സർ, സഹകരണ മേഖല കേരളത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക ജീവിതത്തിൽ നിർണായകമായ സ്ഥാനമാണ് സഹകരണ മേഖലയ്ക്കുള്ളത്. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് സഹകരണ സ്ഥാപനങ്ങൾ കേരളത്തിൻ്റെ അഭിമാനമാണ്. എന്നാൽ സഹകരണ മേഖലയെ തകർക്കാനുള്ള ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഇടപെടലുകൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നിരന്തരം ഉണ്ടാകുന്നുണ്ട്. ഈ മേഖല നിലനിൽക്കേണ്ടത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. കർഷകർ ഉൾപ്പെടുന്ന സാധാരണ ജനവിഭാഗത്തിൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്ന സഹകരണ മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. സഹകരണ മേഖലയ്ക്കായി 134.42 കോടി രൂപ വകയിരുത്തുന്നു. പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളുടെ വിവിധ പദ്ധതികൾക്കായി 15 കോടി രൂപ മാറ്റിവെക്കുന്നു. കെയ്പ്പിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾക്ക് 6.05 കോടി രൂപ മാറ്റിവെക്കുന്നു. തൊഴിലധിഷ്ഠിത പരിപാടികൾ നടത്തുന്ന സഹകരണ സ്ഥാപനങ്ങൾക്ക് വിവിധ പദ്ധതികൾക്ക് 18 കോടി രൂപ മാറ്റിവെക്കുന്നു. പട്ടികജാതി പട്ടികവർഗ സഹകരണ സംഘങ്ങൾക്കായി 7 കോടി രൂപ മാറ്റിവെക്കുന്നു. വനിതാ സഹകരണ സംഘങ്ങൾക്ക് 2.5 കോടി രൂപ മാറ്റിവെക്കുന്നു. കോപ്പറേറ്റീവ് ഇനിഷ്യേറ്റീവ് ടെക്നോളജി ഡ്രിവൺ അഗ്രികൾച്ചർ പരിപാടിക്ക് 30 കോടി രൂപ. കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദന സംഭരണം തുടങ്ങിയ കാര്യങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സംഘങ്ങൾക്ക് 7.25 കോടി രൂപ. സഹകരണ സംരക്ഷണ നീതി പരിപാടിക്ക് 11.15 കോടി രൂപ. പ്രാഥമിക സംഘങ്ങൾ കൺസ്യൂമർ സെഡ് തുടങ്ങിയ മേഖലയ്ക്ക് സഹായമായി 28.1 കോടി രൂപ വകയിരുത്തുന്നു. ജലസേചനവും വെള്ളപ്പൊക്ക നിയന്ത്രണവും ഈ മേഖലയ്ക്കായി 588.85 കോടി രൂപ വകയിരുത്തുന്നു. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ 63.40 കോടി രൂപ അധികമാണ്.